ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ലീമ പ്രസാദ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആൻറ്റി കൺവൾസൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആൻറ്റി കൺവൾസൻസ് എന്താണെന്നറിയാലോ? കൺവൾഷൻ, സീഷറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് ആൻറ്റി കൺവൾസൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ആൻറ്റി കൺവൾസൻസ് നമ്മൾ എപ്പിലെപ്സിക്ക് കൊടുക്കുന്ന മരുന്നാണ്. ഓക്കെ, സോ ഫസ്റ്റ് അപ്പോൾ നമ്മൾ എന്താ കാണണ്ടേ? എപ്പിലെപ്സി. വാട്ട് ഈസ് എപ്പിലെപ്സി? എപ്പിലെപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കറൻറ്റ് എപ്പിസോഡ്സ് ഓഫ് സീഷറാണ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. അതായത് സീഷർ എന്ന് പറയുന്നത് ഒരു ചിലപ്പോൾ ഒരു 20 സെക്കൻഡ്സ് 30 സെക്കൻഡ്സിൽ സീഷർ വന്ന് തീരും. ഓക്കെ, സോ ടോണിക് ക്ലോണിക് ഫേസ് ഒക്കെ ഒരു പെട്ടെന്ന് തന്നെ 30 സെക്കൻഡ്സ് കൊണ്ട് തന്നെ വന്ന് തീരുവാണെങ്കിൽ അതിനെ നമുക്ക് സീഷർ എന്ന് പറയാം. പക്ഷേ റെക്കറൻറ്റ് എപ്പിസോഡ്സ് ഓഫ് സീഷർ, അത് കണ്ടിന്യൂസ് ആയിട്ട് സീഷർ വന്നുകൊണ്ടിരിക്കുകയാണ് വിതൗട്ട് റീഗെയിനിങ് ദ കോൺഷ്യസ്നെസ്. പേഷ്യൻ്റ് കോൺഷ്യസ് ആകാൻ ഒരു എപ്പിസോഡ്, അതിനൊരു ബ്രേക്ക് ടൈം ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യൻറ്റിന് സീഷർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരുവാണ്. ചിലപ്പോൾ മോർ ദാൻ 5 മിനിറ്റ്സ് അത് ലാസ്റ്റ് ചെയ്യുവാണ്. പേഷ്യൻറ്റിന് കോൺഷ്യസ് ആവുന്നില്ല. അതിന് കോൺഷ്യസ്നെസ് വരുന്നതിന് മുന്നേ തന്നെ അടുത്ത സീഷർ എപ്പിസോഡ്സ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റിനെയാണ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻറ്റി എപ്പിലെപ്റ്റിക്സ് ആയിട്ടാണ് നമ്മൾ ഈ ആൻറ്റി കൺവൾസിനെ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എപ്പിലെപ്സി. എപ്പിലെപ്സിക്കകത്ത് വരുന്നതിനകത്ത് ഒന്ന് GTCS എന്ന് പറഞ്ഞാൽ എന്തുവാ? ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷർ. ഓക്കെ, സോ GTCS എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷർ. SPS എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാർഷ്യൽ സീഷർ. CPS കോംപ്ലക്സ് പാർഷ്യൽ സീഷർ. ഓക്കെ, സോ അതെല്ലാം സീഷറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് പറയുന്നത്. ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷറിനകത്താണെങ്കിൽ ടോണിക് ഫേസും ക്ലോണിക് ഫേസും മാറി അതായത് സ്റ്റിഫ് ആകുന്നതും റിലാക്സ് ആകുന്നതുമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സ്റ്റേറ്റ് വന്നുകൊണ്ടിരിക്കും. ഇതിനകത്ത് പേഷ്യൻറ്റിന് നമുക്ക് GTCSന് മാത്രം പേഷ്യൻറ്റിന് ഒരു ഓറ എന്നുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്. ഓറ എന്ന് പറഞ്ഞാൽ എന്തുവാ? പേഷ്യൻറ്റിന് അറിയാൻ പറ്റും ഒരു 10 മിനിറ്റ്സ് മുന്നേ, ചിലപ്പോൾ 1 അവർ മുന്നേ, അങ്ങനെ ആ ഒരു ഡ്യൂറേഷനിൽ പേഷ്യൻറ്റിന് അവർക്കറിയാൻ പറ്റും അടുത്ത ഒരു കുറച്ച് സമയത്തിനുള്ളിൽ എനിക്ക് സീഷർ വരാൻ പോകുവാണ് എന്നുള്ള കാര്യം അവർക്കറിയാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഹിസ്റ്ററി ഉള്ളവരായിരിക്കും. അതാണ് ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷറിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ദെൻ SPS സിമ്പിൾ പാർഷ്യൽ സീഷർ ആൻഡ് കോംപ്ലക്സ് പാർഷ്യൽ സീഷർ. ഇതെല്ലാം പാർഷ്യൽ സീഷറിൻ്റെ അതായത് ടോണിക് ഫേസും ക്ലോണിക് ഫേസും ഒരുമിച്ച് വരണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ടായിരിക്കാം വരിക. ഓക്കെ, സോ സിമ്പിൾ പാർഷ്യലിനകത്താണെങ്കിൽ ചിലപ്പോൾ ടോണിക് ഫേസ് മാത്രമായിട്ടായിരിക്കാം വരിക. കോംപ്ലക്സ് പാർഷ്യലിനകത്താണെങ്കിൽ ടോണിക് ഫേസ് ഉണ്ടാകത്തില്ല, ക്ലോണിക് ഫേസ് മാത്രമേ കാണത്തുള്ളൂ. അതായത് പേഷ്യൻറ്റിന് കോൺഷ്യസ്നെസ് ഉണ്ടാവത്തില്ല, പക്ഷെ അവർ സീഷർ എപ്പിസോഡിലേക്ക് പോകും, പക്ഷെ കുറച്ച് സമയത്തേക്ക് അത് നിൽക്കത്തുള്ളൂ. ഓക്കെ, സോ അതൊക്കെയാണ് ഇതിൻ്റെ ടൈപ്സ് ആണ്, എപ്പിലെപ്സിയുടെ ടൈപ്സ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി കോസസ് ഓഫ് എപ്പിലെപ്സി. സോ ഏതൊക്കെ സമയത്താണ് എപ്പിലെപ്സി വരുന്നത്? ഇത് നമ്മൾ മെഡ്സർജിൽ പഠിക്കുന്ന കാര്യമാണ്, ഫാർമസിയിൽ വരുന്നതല്ല, എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ കോസസിനകത്ത് പറയുന്നത് ഏതൊക്കെയാണ്? മെയിനായിട്ടും നമ്മളുടെ ഈ സീഷർ എന്ന് പറയുന്ന അവസ്ഥ, നമ്മുടെ ബ്രെയിനിൽ കുറേ ന്യൂറോ കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കൽസൊക്കെ നമ്മുടെ ബ്രെയിൻ ആ ന്യൂറോ കെമിക്കൽസ് പാസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് നമ്മുടെ കൊഗ്നീഷൻ, തിങ്കിങ്, നമ്മുടെ മോട്ടോർ ആക്ടിവിറ്റി ഇതെല്ലാം സംഭവിക്കുന്നത്. ഓക്കെ, സോ ചില സമയത്ത് നമ്മുടെ ഈ ഇലക്ട്രിക് കറണ്ട് പാസ്സാകുന്ന പോലെ തന്നെ ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആകത്തില്ല, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടൊക്കെ ആവുന്ന പോലെ ബ്രെയിനിലും ഈ ന്യൂറോ കെമിക്കൽസ് സ്പീഡിൽ വരും. ഓക്കെ, നോർമലിനേക്കാളും കൂടുതൽ സ്പീഡിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ സെൽസിന് അതിൻ്റെ മെസ്സേജ് കറക്റ്റായിട്ട് വരത്തില്ല. ആ സമയത്താണ് നമുക്ക് ഈ മോട്ടോർ ആക്ടിവിറ്റിയൊക്കെ എക്സ്ട്രീമായിട്ട് വരുന്ന പോലത്തെ ഒരു സ്റ്റേറ്റ് ആണ്. ക്ലിയർ ആയിട്ടും ഇതല്ല ഡെഫിനിഷൻ, പക്ഷേ ഏകദേശം ഇതാണ് സ്റ്റേറ്റ്, ഈ ഒരു സിറ്റുവേഷൻ. അങ്ങനെ നമ്മുടെ ന്യൂറോ കെമിക്കൽസൊക്കെ എക്സ്ട്രീം ഫോഴ്സിൽ വരുമ്പോൾ അതാണ് നമ്മൾക്ക് ഈ മോട്ടോർ ആക്ടിവിറ്റി ടോണിക് ഫേസിലേക്കും സ്റ്റിഫ് ആകുന്നതും റിലാക്സ് ആകുന്നതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതാണ് ടോണിക്കും ക്ലോണിക്കും ആയിട്ടൊക്കെ ടോണിക് ഫേസിലേക്കും ക്ലോണിക് ഫേസിലും ഒക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് കാരണങ്ങൾ. ഓക്കെ, സോ കോസസ് ഓഫ് എപ്പിലെപ്സി. ഏതൊക്കെ സമയത്താണ് എപ്പിലെപ്സി വരുന്നതെന്ന്. ഒന്നാമത്തെ കാര്യം ഹെഡ് ഇഞ്ചുറി, എന്തെങ്കിലും ട്രോമ, ഹെഡ് ഇഞ്ചുറി ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ന്യൂറോ കെമിക്കൽ വേരിയേഷൻസ് ഉണ്ടായി എപ്പിലെപ്സി ട്രിഗർ ആവാറുണ്ട്. ഓക്കെ, രണ്ടാമത്തെ എന്തെങ്കിലും ട്യൂമർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ, ബ്രെയിനിൽ എന്തെങ്കിലും ട്യൂമർ ഗ്രോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്തും എപ്പിലെപ്സി ട്രിഗർ ആവാറുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളിലൊക്കെ ടെമ്പറേച്ചർ എലിവേറ്റഡ് ആവുന്ന സമയത്ത്, എക്സ്ട്രീം ടെമ്പറേച്ചർ
ഫീവറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇത് ട്രിഗർ ആവാറുണ്ട്. ഓക്കെ. പിന്നെ ഇസ്കീമിയ, ബ്ലഡ് സപ്ലൈ, അതായത് നമ്മുടെ തലയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഇൻറ്ററപ്റ്റഡ് ആയിക്കഴിഞ്ഞാൽ സ്ട്രോക്കിന് മുന്നേ ഉള്ള ഒരു സിംറ്റം പോലെ നമുക്ക് ആ സമയത്തും സീഷറൊക്കെ ട്രിഗർ ആവാറുണ്ട്. ഓക്കെ. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ. പിന്നെ ഇഡിയോപ്പതിക് കോസസ് ഉണ്ട്. ഇഡിയോപ്പതിക് കോസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഒരു കാരണം പറയാൻ പറ്റത്തില്ല, പക്ഷേ പേഷ്യൻറ്റിന് സീഷർ വന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളിലൊക്കെ അങ്ങനെ വരാറുണ്ട്. കൃത്യമായൊരു കാരണം പറയാൻ പറ്റത്തില്ല. അതാണ് ഇഡിയോപ്പതിക് റീസൺസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് സീഷറിൻ്റെ അല്ലെങ്കിൽ എപ്പിലെപ്സിയുടെ കാരണങ്ങൾ. ഓക്കെ. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റി കൺവൾസൻസ്, ആൻറ്റി കൺവൾസൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ. സോ ഇതിന് നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാനുള്ള കുറച്ച് ഫോമുകളാണ് ABCD HI SP N. ഓക്കെ. സോ ഇത് നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ് ആണ് A. ഓക്കെ. അലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ്. ഇതിൻ്റെ എക്സാമ്പിളാണ് വാൽപ്രോയിക് ആസിഡ്. ഓക്കെ. വാൽപ്രോയിക് ആസിഡ്. ദെൻ B എന്ന് പറഞ്ഞാൽ ബിക്കകത്ത് 2 എണ്ണം വരുന്നുണ്ട്, ബാർബിച്ചുറേറ്റ്സും ബെൻസോഡൈസിപ്പൈനും. ഓക്കെ. സോ A അലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ്, B ബെൻസോഡൈസിപ്പൈൻ ആൻഡ് ബാർബിച്ചുറേറ്റ്സ്. ഓക്കെ. ദെൻ C സൈക്ലിക് ഗാബ അനലോഗ്. ഓക്കെ. സൈക്ലിക് ഗാബ അനലോഗ്, ഇതാണ് C. ദെൻ D ഡിയോക്സി ബാർബിച്ചുറേറ്റ്സ്. ഓക്കെ. സോ അത് D. ഇതാണ് ABCDക്കകത്ത് വരുന്നത്. പിന്നെ HI ഹൈഡാൻറ്റോയിൻ H. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫെനിറ്റോയിൻ. ഈ ഫെനിറ്റോയിനാണ് നമ്മൾ ആദ്യത്തെ ചോയ്സ് ആയിട്ട് എപ്പോഴും എപ്പിലെപ്സി അല്ലെങ്കിൽ സീഷർ വരുമ്പോൾ എടുക്കാറുള്ളത്. ഓക്കെ. ഇത് ഹൈഡാൻറ്റോയിൻ. ദെൻ ഇമ്യൂനോസ്റ്റിഗ്മെൻ HI എന്ന് പറയുന്ന ഇമ്യൂനോസ്റ്റിഗ്ബെൻ. ഓക്കെ. ഇമ്യൂനോസ്റ്റിൽബെൻ. പിന്നെ SP-യുടെ അകത്ത് S സക്സിനിമൈഡ്, S ഫോർ സക്സിനിമൈഡ് ആൻഡ് ഫിനൈൽ ട്രയസൈൻ. ഓക്കെ. ഫിനൈൽ ട്രയസൈൻ. ദെൻ N ന്യൂവർ ജനറേഷൻ ഡ്രഗ്സ്. വേറെ പുതിയ ഇപ്പോൾ ന്യൂവർ ജനറേഷൻ ഡ്രഗ്സ് ആയിട്ട് ഒരുപാട് ആൻറ്റി കൺവൾസൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ ഇത് നമ്മൾ ഈ ABCD HI SPN എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റിയേക്കും. ഓക്കെ. സോ ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റി കൺവൾസൻസ്. അപ്പോൾ നമ്മൾ എപ്പിലെപ്സി പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ ആൻറ്റി എപ്പിലെപ്റ്റിക് ആയിട്ട് ഉള്ള ഡ്രഗാണ്, ഡെഫിനിഷനായി. അപ്പോൾ ക്ലാസിഫിക്കേഷനായി. അടുത്തത് എന്തുവാ? മെക്കാനിസം ഓഫ് ആക്ഷൻ. അപ്പോൾ മെക്കാനിസം ഓഫ് ആക്ഷൻ്റെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ന്യൂറോ കെമിക്കൽ ആക്ടിവേഷനും സ്പീഡിലായിട്ട് വരുന്നത് കൊണ്ടാണ് ഈ സീഷർ വരുന്നതെന്ന്. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യണം? ആ സ്പീഡിനെ കുറയ്ക്കണം. ഓക്കെ. അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവേഷനെ കുറയ്ക്കണം. ഓക്കെ. സോ അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് മെത്തേഡ് ഓഫ് ആക്ഷൻ ഓഫ് ഡ്രഗ്സ്. ഇത് തന്നെയാണ് വരുന്നത്. അതിനകത്ത് PC ബ്ലോക്ക് സോഡിയം ചാനൽ. PC എന്ന് പറഞ്ഞാൽ എന്തുവാ? P ഫെനിറ്റോയിൻ ആണ് P. ഓക്കെ. ദെൻ C കാർബമസെപ്പൈൻ. അപ്പോൾ ഫെനിറ്റോയിനും കാർബമസെപ്പൈനും ഒക്കെ ചെയ്യുന്നത് ഈ നമ്മുടെ സോഡിയം ചാനൽസിനെ ബ്ലോക്ക് ചെയ്യും. അടുത്തതെന്ന് പറഞ്ഞാൽ EC എന്ന് പറഞ്ഞാൽ എത്തോസൂക്സിമൈഡ് എന്ന് പറഞ്ഞാൽ സക്സിനിമൈഡ് തന്നെയാണ് എത്തോസൂക്സിമൈഡ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ്, അതായത് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന അലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ്. ഓക്കെ. സോ അപ്പോൾ EC ബ്ലോക്ക് ദ കാൽഷ്യം ചാനൽ. അപ്പോൾ കാൽഷ്യം ചാനലിനെ, കുറച്ച് ഡ്രഗ്സ് കാൽഷ്യം ചാനലിനെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലുള്ളതാണ്, കുറച്ച് ഡ്രഗ്സ് വന്നിട്ട് സോഡിയം ചാനലിനെ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ മെസ്സേജ് ട്രാൻസ്മിഷനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സീഷറിനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ. സോ അതാണ് ഇവിടെ നമ്മൾ ആൻറ്റി കൺവൾസൻ്റെ മെക്കാനിസത്തിനകത്ത് വരുന്നത്. ഓക്കെ. ദെൻ ഇൻഡിക്കേഷൻസ് എപ്പോഴാണ്? ആൻറ്റി കൺവൾസൻ്റ് കൊടുക്കണമെങ്കിൽ കൺവൾഷൻ വരുമ്പോൾ അല്ലെങ്കിൽ സീഷർ വരുമ്പോഴാണ് നമ്മൾ ആൻറ്റി കൺവൾസൻസ് കൊടുക്കാറുള്ളത്. പിന്നെ അതർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഡ്രഗ്സിനകത്ത് ആൻറ്റി കൺവൾസൻറ്റ് ആക്ഷനാണ് നമുക്ക് FDA അപ്രൂവ് ആയിട്ടുള്ളത്. പിന്നെ അതല്ലാതെ നമുക്ക് വേറെ ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ചില മറ്റ് സിറ്റുവേഷനിൽ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ മൂഡ് സ്റ്റെബിലൈസർ. ഓക്കെ. മൂഡ് സ്റ്റെബിലൈസറായിട്ട് നമ്മൾ വാൽപ്രോയിക് ആസിഡിനെ ഉപയോഗിക്കും. വാൽപ്രോയിക് ആസിഡ് ഒരു മൂഡ് സ്റ്റെബിലൈസറായിട്ട് നമുക്ക് ഈ എന്താ പറയുക, ബൈപ്പോളാർ ഡിസോർഡറിനകത്തൊക്കെ പേഷ്യൻ്റ് ഒരുപാട് അജിറ്റേറ്റഡ് ആംഗ്രി ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ മൂഡ് സ്റ്റെബിലൈസറായിട്ട് വാൽപ്രോയിക് ആസിഡിനെ ഉപയോഗിക്കാം. ദെൻ ആൻറ്റി പാർക്കിൻസോണിയൻ ഡ്രഗ്സ്. ഓക്കെ. ആൻറ്റി പാർക്കിൻസൺസ് ഒക്കെ ഉള്ളവർക്ക് അവരുടെ ഗാബ ആക്ടിവേഷനൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക്
ഈ ആൻറ്റി കൺവൾസൻ ഡ്രഗ്സിനെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ദെൻ ന്യൂറോപ്പതിക് പെയിൻ. ന്യൂറോപ്പതിക് പെയിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗാണ് സൈക്ലിക് ഗാബ അനലോഗ്. അതായത് ഗാബാപെൻറ്റിൻ എന്ന് പറയുന്ന ഒരു ഡ്രഗുണ്ട്, ഗാബാപെൻറ്റിൻ. ഓക്കെ, സോ ഗാബ അനലോഗാണ്, സൈക്ലിക് ഗാബ അനലോഗ്. അത് നമുക്ക് ന്യൂറോപ്പതിക് പെയിൻ ഈ സർജറിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള സർജറിയോ മേജർ സർജറിയോ ഒക്കെ കഴിയുമ്പോഴത്തേക്കും പേഷ്യൻറ്റിന് പെയിൻ ഉണ്ട്, പക്ഷേ സർജിക്കൽ വൂണ്ടൊക്കെ ഹീലായി സ്റ്റിൽ പേഷ്യൻ്റ് ഈസ് കംപ്ലൈനിങ് ഓഫ് പെയിൻ, അല്ലെങ്കിൽ ഫാൻറ്റം ലിം പെയിൻ, അതായത് ആംപ്യൂട്ടേഷനൊക്കെ കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് സ്റ്റിൽ പെയിനൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരുവാണെങ്കിൽ അങ്ങനെയുള്ള കേസിലൊക്കെ ഈ ഗാബാപെൻറ്റിൻ നമ്മൾ കൊടുക്കാറുണ്ട്. അതിനൊരു കാമിങ് എഫക്റ്റൊക്കെ ഉള്ളതുകൊണ്ടും പേഷ്യൻറ്റിൻ്റെ ആ നെർവ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്തിട്ട് അവരുടെ പെയിൻ റിലീവ് ചെയ്യാനുമൊക്കെ ഈ മെഡിസിൻസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ദീസ് ആർ ദ ഇൻഡിക്കേഷൻസ്. ഓക്കെ, ഈ സമയത്തൊക്കെ ഇതൊക്കെ മറ്റ് ആക്ഷൻസ് ആണ്. മൂഡ് സ്റ്റെബിലൈസറായിട്ട്, ആൻറ്റി പാർക്കിൻസോണിയനായിട്ട്, ന്യൂറോപ്പതിക് പെയിനിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ആൻറ്റി കൺവൾസൻസിനെ ഉപയോഗിക്കാം. ഓക്കെ, അടുത്തത് കോൺട്രാ ഇൻഡിക്കേഷൻ. അപ്പോൾ കോൺട്രാ ഇൻഡിക്കേഷൻ ഏതൊക്കെ സമയത്ത് നമ്മൾ ആൻറ്റി കൺവൾസൻസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ എപ്പോഴായിരിക്കും? ഫസ്റ്റത്തെ തന്നെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, നമുക്ക് ഡ്രഗ് അലർജി, ഈ പറയുന്ന ഏതെങ്കിലും ഡ്രഗ്സിനോട് അലർജി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്രഗ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ വരുന്ന ഏതാ? ഹെപ്പാറ്റിക് ഫെയിലിയർ. ഓക്കെ, ലിവറാണ് നമ്മളുടെ മെഡിസിൻസിനെയൊക്കെ കെമിക്കൽസിനെയൊക്കെ മെറ്റബിളൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹെപ്പാറ്റിക് ഫെയിലിയർ അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ ഉള്ള സമയത്ത് നമ്മൾക്ക് കൊടുക്കാൻ പാടില്ല. പിന്നെ റീനൽ ഫെയിലിയർ ഉണ്ടെങ്കിൽ ആ സമയത്തും വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ ഈ ഡ്രഗ്സൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു കോൺട്രാഇൻഡിക്കേഷൻ ഉള്ളത് ഗ്ലോക്കോമ. ഓക്കെ, സോ ഗ്ലോക്കോമ വരുന്ന സമയത്ത് നമ്മുടെ IOP, ഇൻട്രാ ഒക്യുലാർ പ്രഷർ കൂടുതൽ, ഇൻക്രീസ്ഡ് ഒക്യുലാർ പ്രഷർ, ഇൻട്രാ ഒക്യുലാർ പ്രഷറൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ IOP കൂടുതൽ, അതാണ് ഗ്ലോക്കോമ എന്ന് പറയുന്ന സ്റ്റേറ്റ്. ഓക്കെ, സോ അപ്പോൾ ഗ്ലോക്കോമ ഉള്ള കേസിൽ നമുക്കിത് കൊടുക്കാൻ പാടില്ല. ഇതൊക്കെയാണ് മെയിനായിട്ടും വരുന്ന കോൺട്രാ ഇൻഡിക്കേഷൻസ്. ഓക്കെ, അടുത്തത് എന്തുവാ? അഡ്വേഴ്സ് എഫക്റ്റ്. അഡ്വേഴ്സ് എഫക്റ്റ് ഇത് സെൻട്രൽ നെർവ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഡിസിനെസ്സും ഫറ്റീഗ്, എക്സ്ട്രീം ഫറ്റീഗ്, പേഷ്യൻറ്റ് ഭയങ്കര ടയേർഡായിട്ടുണ്ടാകും, ഫറ്റീഗ്, ഡിസിനെസ് ഒക്കെ വരും, ബ്ലഡ് വിഷൻ ഉണ്ടാകും പേഷ്യൻറ്റിന്, ഭയങ്കര എന്താ പറയുക, അവർക്ക് ഒരുപാട് ശ്രദ്ധ വേണ്ട ആക്ടിവിറ്റീസോ എനർജി വേണ്ട ആക്ടിവിറ്റീസോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ മെഷീനറി ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഓക്കെ, പിന്നെ ഒരു കോംപ്ലിക്കേഷൻ പറയുന്നത് വെയിറ്റ് ഗെയിൻ. ചിലർക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാകും, ചിലർക്ക് വെയിറ്റ് ലോസ് ആയിരിക്കും വരുന്നത്. അതേപോലെ മൂഡ് ഡിസോർഡേഴ്സിന് നമ്മൾക്ക് ഇത് സംടൈംസ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇത് നമ്മുടെ മൊത്തത്തിലുള്ള അവരുടെ ഒരു ബിഹേവിയറിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മൂഡ് ചേഞ്ചസോ മൂഡ് സ്വിങ്സ് ഒക്കെ കാണാറുണ്ട് ഈ മരുന്ന് കൊടുക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ന്യൂറോ കോഗ്നേറ്റീവ് പ്രോബ്ലംസ്, നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ന്യൂറോ കോഗ്നേറ്റീവ് ചേഞ്ചസ് ഒക്കെ ചിലപ്പോൾ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഡ്രഗ് ഇൻ്ററാക്ഷൻ, ഏതൊക്കെ ഡ്രഗ്സ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻ്ററാക്ഷൻ വരാറുണ്ട്. അതിനകത്ത് ആദ്യത്തത് ബർത്ത് കൺട്രോൾ പിൽസ്. ഓക്കെ, സോ ബർത്ത് കൺട്രോൾ പിൽസ് എടുക്കുന്ന സമയത്ത് ആൻറ്റി കൺവൾസൻസ് എടുക്കുവാണെങ്കിൽ ഈ ബർത്ത് കൺട്രോൾ പിൽസിൻ്റെ എഫക്റ്റ് കുറയും. ഓക്കെ, സോ ബർത്ത് കൺട്രോൾ പിൽസിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ആൻറ്റി കൺവൾസൻ്റ് എടുക്കുകയാണെങ്കിൽ ബർത്ത് കൺട്രോൾ പിൽസിൻ്റെ എഫക്റ്റീവ്നെസ് കുറവായിരിക്കാം, അതുകൊണ്ട് അൺവാണ്ടഡ് പ്രഗ്നൻസിക്ക് റിസ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ടാമത്തത് വാർഫാരിൻ. വാർഫാരിൻ എന്ത് ഡ്രഗാണെന്ന് അറിയാമല്ലോ. വാർഫാരിൻ വന്നിട്ട് ആൻറ്റി കൊയാഗുലൻ്റ് ആണ്. ഓക്കെ, സോ ആൻറ്റി കൊയാഗുലൻ്റ് വാർഫാരിൻ എടുക്കുന്ന കൂട്ടത്തിൽ ആൻറ്റി കൺവൾസൻസ് ഉപയോഗിക്കുവാണെങ്കിൽ അവരുടെ ബ്ലീഡിങ് ടെൻഡൻസി പിന്നെയും ഹൈ ആയിട്ട് പോകാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ബ്ലീഡിങ് ചാൻസസ് റിസ്ക് വളരെ കൂടുതലായിരിക്കും. അടുത്തത് ആൻറ്റി ഡിപ്രസൻസ്. ഇതിന് ഓൾറെഡി മൂഡ് ചേഞ്ചസ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉള്ള ഡ്രഗ്സാണ് ആൻറ്റി കൺവൾസൻസ്. അപ്പോൾ ആൻറ്റി ഡിപ്രസൻസിൻ്റെ കൂടെ എസ്പെഷ്യലി ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ്, മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റർ, ഈ പറയുന്ന ഡ്രഗ്സിൻ്റെയൊക്കെ കൂട്ടത്തിൽ ആൻറ്റി കൺവൾസൻസ് ഇതിലേതെങ്കിലും ബെൻസോഡൈസിപ്പൈനോ അങ്ങനെയുള്ള എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വീണ്ടും മൂഡ് സ്വിങ്സ് കൂടുതലാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ ഹൈപ്പർ ടെൻഷനോ അതുപോലെയുള്ള കോംപ്ലിക്കേഷൻസൊക്കെയും ഡെവലപ്പ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ CNS മെഡിക്കേഷൻ. CNS മെഡിക്കേഷൻ എന്തുവാ? നമ്മുടെ വേറെ ഏതെങ്കിലും ഒപ്പിയോയിഡ്സ് ഇതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ NSAIDസോ ഒപ്പിയോയിഡ്സോ ഒക്കെ ഈ ആൻറ്റി കൺവൾസൻസിൻ്റെ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ
പേഷ്യൻറ്റിന് എക്സ്ട്രീം ടയേർഡും ബിഹേവിയറൽ ചേഞ്ചസും ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ ഒപ്പിയോയിഡ്സ് ഇതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒപ്പിയോയിഡ്സിൻ്റെ സൈഡ് എഫക്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. മോർഫിൻ പഠിച്ച സമയത്ത് ഒപ്പിയോയിഡ്സിൻ്റെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം എന്താ, റെസ്പിറേറ്ററി ഡിപ്രഷൻ വരും. ഓക്കെ, സോ അപ്പോൾ ആൻറ്റി കൺവൾസൻസ് എടുക്കുന്ന സമയത്ത് ഒപ്പിയോയിഡ്സ് എടുക്കുകയാണെങ്കിൽ ഈ റെസ്പിറേറ്ററി ഡിപ്രഷൻ അതിൻ്റെ എഫക്റ്റ്, ഒപ്പിയോയിഡ്സിൻ്റെ എഫക്റ്റ് വളരെ കൂടുതലായിരിക്കും. റെസ്പിറേറ്ററി അറസ്റ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. മറ്റ് ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകും. സെഡേഷൻ എഫക്റ്റ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. അതൊക്കെയാണ് അത് CNS മെഡിക്കേഷൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ആൽക്കഹോളോ അതുപോലെ ഏതെങ്കിലും ഡ്രഗ് അബ്യൂസോ ഒക്കെ ആൽക്കഹോളോ ഡ്രഗ് അബ്യൂസോ ഒക്കെ ചെയ്യുവാണെങ്കിൽ പേഷ്യൻറ്റിന് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡ്രഗ് ഇൻ്ററാക്ഷൻ്റെ അകത്ത് നമ്മൾ പറയാനുള്ളത്. അടുത്തത് ടോക്സിസിറ്റി. ടോക്സിസിറ്റി എപ്പോഴാണ് വരുന്നത്? ലിമിറ്റിൽ കൂടുതൽ പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൽ ലിമിറ്റ് കൂടുതലായി കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ലിവർ ഫെയിലിയർ വരാം. കാരണം ലിവറാണ് ഈ മെഡിസിൻസൊക്കെ മെറ്റബിളൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് പേഷ്യൻറ്റിന് ലിവർ ടോക്സിസിറ്റി വരും. അടുത്തത് ബ്ലഡ് ഡിസ്കേരിയാസിസ്, അതായത് ബ്ലഡ് സെൽസ് നമുക്ക് പ്ലേറ്റ്ലെറ്റിന് കുറവ് വരാം. RBC ഉണ്ടാകുന്നത് കുറയും, WBC ഉണ്ടാകുന്നത് കുറയും. അപ്പോൾ WBC ഒക്കെ കുറയുന്നത് കൊണ്ട് പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ ഉള്ള പോസിബിലിറ്റി കൂടും. ഓക്കെ, അതുപോലെ RBC കുറയുന്നത് കൊണ്ട് പേഷ്യൻറ്റിന് അനീമിയ വരും. പ്ലേറ്റ്ലെറ്റ് കുറയുന്നത് കൊണ്ട് പേഷ്യൻറ്റിന് ബ്ലീഡിങ് ടെൻഡൻസിയും ഉണ്ടാകും. ഓക്കെ, അതുപോലെ ബോണിൻ്റെ ഡെൻസിറ്റിയും ഈ മരുന്നുകൾ ആൻറ്റി കൺവൾസൻസ് കഴിക്കുമ്പോൾ ബോണിൻ്റെ ഡെൻസിറ്റിയും കുറയാറുണ്ട്. ഓക്കെ, പിന്നെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, പേഷ്യൻറ്റിന് ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകും. പേഷ്യൻ്റ് എക്സ്ട്രീം ടയേർഡ് ആയിരിക്കും, ഡിസിനസ്, ഫട്ടീഗ് ഒക്കെ ഉണ്ടാകും. പിന്നെ അവരുടെ മൂഡ് സ്വിങ്സ് ഒക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകും. അതാണ് ടോക്സിസിറ്റി എക്സ്ട്രീം ലെവലായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. പിന്നെ പറയുന്നത് നഴ്സസ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, നഴ്സസ് റെസ്പോൺസിബിലിറ്റി ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം, ഈ കൺവൾഷൻ അല്ലെങ്കിൽ എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. പേഷ്യൻറ്റിന് ഇമ്മീഡിയറ്റ് അറ്റൻഷനും ട്രീറ്റ്മെൻറ്റും കിട്ടേണ്ട ഒരു സ്റ്റേറ്റാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റി കൺവൾസൻസ് എടുക്കുന്ന ആൾക്കാർ അവരുടെ പോക്കറ്റിൽ എപ്പോഴും ഒരു ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് കരുതിയിട്ടുണ്ടായിരിക്കണം. പേഷ്യൻറ്റിൻ്റെ ഏജ്, സെക്സ്, അവരുടെ മറ്റ് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ ഡാറ്റയും അവരുടെ സീഷർ പേഷ്യൻ്റ് ആണെന്നുള്ളതും അവർ കഴിക്കുന്ന മെഡിസിൻസും അതിൻ്റെ ഡോസ്, റൂട്ട്, ആക്ഷൻ ഇതെല്ലാം ആക്ഷനൊന്നും മെൻഷൻ ചെയ്യേണ്ട, ഡേറ്റ്, റൂട്ട്, അതിൻ്റെ ഡോസൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് എപ്പോഴും കയ്യിൽ കരുതിയിട്ടുണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം. 2, ഫെനിറ്റോയിൻ എന്ന് പറയുന്ന ഡ്രഗ് ആൻറ്റി കൺവൾസൻ്റ് അത് എടുക്കുന്ന സമയത്ത് പേഷ്യന് ജിഞ്ചിവൽ ഹൈപ്പർപ്ലേസിയ അതൊരു കോംപ്ലിക്കേഷനാണ്. അത് ഈ ജിഞ്ചിവൽ നമ്മുടെ ഗമ്മിലൊക്കെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹൈപ്പർപ്ലേഷ്യ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഗംസിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെനിറ്റോയിൻ എടുക്കുന്ന ഇഞ്ചക്ഷനായിട്ടോ ടാബ്ലറ്റായിട്ടോ കൊടുക്കുന്ന സമയത്ത് പേഷ്യൻ്റ് മൗത്ത് കെയർ വളരെ പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ ഫെനിറ്റോയിൻ എടുക്കുന്ന ആൾക്കാരോട് അത് പ്രത്യേകമായിട്ട് പറയുക. പിന്നെ ഒരു കാര്യം, ഈ മരുന്നുകൾ എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ആസിഡ് റിഫ്ലക്സ് ഒക്കെ വരാം. പേഷ്യൻറ്റിന് GI ബ്ലീഡിങ്ങിനാണെങ്കിലും ടെൻഡൻസി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വിത്ത് ഫുഡ് കഴിക്കാൻ പറയുക. ഓക്കെ, പേഷ്യൻ്റ് ഷുഡ് ടേക്ക് ദ മെഡിസിൻ അറ്റ് റൈറ്റ് ടൈം. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഈ മരുന്ന് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ന്യൂറോ കെമിക്കൽസിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന മരുന്നായതുകൊണ്ട് തന്നെ നമ്മൾ സമയം തെറ്റി കഴിക്കാൻ പാടില്ല. കറക്റ്റ് സമയത്ത് റെഗുലറായിട്ട് ആ മരുന്ന് കഴിക്കുക. ഡോസിൽ വ്യത്യാസം വരുത്തുന്നത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അത് ടാപ്പർ ചെയ്ത് അത് കുറച്ച് കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. സ്വന്തം ഇഷ്ടപ്രകാരമൊന്നും നിർത്തരുത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഈ മെഡിസിൻസ് കഴിക്കുന്ന സമയത്ത് അവർക്ക് യൂറിൻ്റെ കളർ വന്നിട്ട് ചേഞ്ച് ആകാറുണ്ട്. യൂറിൻ്റെ കളർ പിങ്കോ റെഡോ ഒക്കെ ആയിട്ട് മാറാറുണ്ട്, ഡാർക്ക് കളറായിട്ട് വരും. അപ്പോൾ പേഷ്യൻ്റ് അത് നേരത്തെ തന്നെ ഇൻഫോം ചെയ്യുക. യൂറിൻ കളർ ഡാർക്ക് കളറായിട്ട് വരും, പിങ്ക് കളറായിട്ടോ റെഡായിട്ടോ ഒക്കെ വരാറുണ്ട്. അത് മെഡിസിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ്. കുഴപ്പമില്ല, പേടിക്കേണ്ട കാര്യമില്ല എന്ന് ഇൻഫോം ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ പേഷ്യൻ്റ് ആൻറ്റി കൺവൾസൻ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ മെഷീനറി ഒരുപാട് മെക്കാനിക്കലായിട്ടുള്ള വർക്ക്സ് ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം ഇതിനൊരു ചെറിയ മൈൽഡ് സെഡേഷൻ പോലത്തെ പ്രോബ്ലം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് പെട്ടെന്ന് ഉറക്കത്തിലേക്കോ ഫറ്റീഗോ ഡിസിനസ്സോ ഒക്കെ ഉണ്ടായി കോംപ്ലിക്കേഷൻസ്, ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ആക്സിഡൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉള്ള ഡ്രൈവിങ്ങോ മെഷീനറി പോലെ ഉപയോഗിക്കുന്ന കാരണങ്ങളൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഓക്കെ,
പിന്നെ പേഷ്യൻ്റ് ആൻറ്റി കൺവൾസൻ്റ് എടുക്കുന്ന ആളാകുമ്പോഴത്തേക്കും അവരൊരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സീഷർ എപ്പിസോഡ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഇയാൾക്ക് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരിക്കാം, ഇടയ്ക്കിടയ്ക്ക് സീഷർ വരുന്നത്. അപ്പോൾ ഈ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഈ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തത്, അതിൻ്റെ ഡോസ്, അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എപ്പിലെപ്സി എന്തെങ്കിലും സീഷർ ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഡോസിലൊക്കെ വ്യത്യാസം വരുത്തുക. ഓക്കെ, അപ്പോൾ സോഫാർ ഇതുവരെ നമ്മൾ എപ്പിലെപ്സി ആൻറ്റി കൺവൾസൻ്റ് ആണ് നമ്മൾ പഠിച്ചത്. എപ്പിലെപ്സി എന്താണെന്ന് പഠിച്ചു, എപ്പിലെപ്സിയുടെ കാരണങ്ങൾ പഠിച്ചു, പിന്നെ ആൻറ്റി കൺവൾസൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ABCD HI SP ന്യൂ ജനറേഷൻ, അതെല്ലാം നമ്മൾ ക്ലാസിഫിക്കേഷൻസ് നോക്കി. പിന്നെ ആക്ഷൻ ഇൻഡിക്കേഷൻസ് എപ്പോഴൊക്കെയാണ് കൊടുക്കുന്നത്, കോൺട്രാ ഇൻഡിക്കേഷൻ, സൈഡ് എഫക്റ്റ്, ടോക്സിസിറ്റി, നഴ്സസ് റെസ്പോൺസിബിലിറ്റി, എല്ലാ കാര്യങ്ങളും ആൻറ്റി കൺവൾസൻ്റെ പഠിച്ചു. ഓക്കെ, സോ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.